നമസ്കാരം. പാക് അധീന കശ്മീരിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ അവസാനിക്കുന്നില്ല. പല രാഷ്ട്രീയ നേതാക്കളും, പ്രത്യേകിച്ചും പൊതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൂടെ ഇന്ത്യ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പല രാഷ്ട്രീയ നേതാക്കളും ഇത് വലിയ വിഷയമായി തന്നെ ഉന്നയിക്കുന്നുണ്ട്, പ്രത്യേകിച്ചും BJPയുടെ നേതാക്കൾ. ഇപ്പോൾ ഇതാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രംഗത്തെത്തിയിരിക്കുകയാണ്. പാക് അധീന കശ്മീർ എല്ലാ കാലത്തും ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെന്നും അതിനെ ഉടൻ തന്നെ ഇന്ത്യയോട് ലയിപ്പിക്കുമെന്നുമാണ് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്. സെറാംപൂരിലെ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് അമിത്ഷായുടെ ഭാഗത്ത് നിന്നും സുപ്രധാന ഈ പരാമർശമുണ്ടായിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം വളരെ കൗതുകകരമായ അല്ലെങ്കിൽ ഒരുപക്ഷെ ഗൗരവതരമായി തന്നെ ചിന്തിക്കേണ്ട ഒരു കമ്പാരിസൺ, ഒരു താരതമ്യം കൂടി അവിടെ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, പണ്ടെന്ന് പറയുമ്പോൾ 2019 മുൻപ് ആർട്ടിക്കിൾ 370 റദ്ദാക്കുന്നതിന് മുൻപ് ജമ്മു കാശ്മീരിൽ നിരന്തരമായി ചില അക്രമ സംഭവങ്ങൾ, ചില പ്രക്ഷോഭങ്ങളും മറ്റും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ, ഇന്ത്യക്കെതിരായുള്ള പ്ലക്കാർഡുകൾ, ഇന്ത്യയിൽ നിന്നും മോചനം വേണം, ഇന്ത്യയിൽ നിന്നും സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള മുറവിളികൾ, ഇതൊക്കെ ധാരാളമായി കേട്ടതാണ്. ഇതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് പാകിസ്ഥാനിൽ നിന്നും മികച്ച പരിശീലനം നേടിയെത്തിയ തീവ്രവാദികൾ തന്നെയായിരുന്നു. പക്ഷേ ആ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം ഇപ്പോൾ ജമ്മു കാശ്മീർ വളരെ സമാധാനപരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആ സമയത്താണ് പണ്ട് എന്താണോ ജമ്മു കാശ്മീരിൽ നടന്നുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ മുറവിളികളായിരുന്നു കേട്ടുകൊണ്ടിരുന്നത്, ഇതൊക്കെ ഇപ്പോൾ പാക് അധീന കശ്മീരിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആസാദി എന്ന മുദ്രാവാക്യം ഇപ്പോൾ ഏറ്റവും അധികം ഉച്ചത്തിൽ ഉയരുന്നത് പാക് അധീന കശ്മീരിലാണ്. അല്ലെങ്കിൽ കല്ലേറ് ഇപ്പോൾ ഏറ്റവും അധികം നടന്നുകൊണ്ടിരിക്കുന്നത് പാക് അധീന കശ്മീരിൽ തന്നെയാണ്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ സമാധാനപൂർണമായപ്പോൾ പണ്ട് എന്താണോ പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്തുകൊണ്ടിരുന്നത്, അതൊക്കെ ഇപ്പോൾ പാകിസ്ഥാന് വലിയ തിരിച്ചടിയായി തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ കാലത്തിന്റെ ഒരു തിരിച്ചടി എന്നൊക്കെ നമുക്ക് കാൽപ്പനികമായി പറയാൻ സാധിക്കും. അതുതന്നെയാണ് ഈ റാലിയിലുടനീളം അമിത്ഷാ സംസാരിച്ചതും. എന്താണോ കശ്മീർ അനുഭവിച്ചിരുന്നത്, ഇപ്പോൾ അതാണ് പാക് അധീന കശ്മീരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ തിരിയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രക്ഷോഭങ്ങളെ എങ്ങനെ ഒരു പരിസമാപ്തിയിലേക്ക് കൊണ്ടുവരുമെന്നതിനെ കുറിച്ച് പാകിസ്ഥാൻ ഇപ്പോഴും ഒരു ധാരണയില്ല. കാരണം ഒരു ഭാഗത്ത് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നുണ്ട്, മറുവശത്താവട്ടെ ആ പ്രക്ഷോഭകരുടെ ആവശ്യങ്ങൾ തങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയുന്നുമുണ്ട്. നിലവിൽ എന്തായാലും അവിടുത്തെ സ്ഥിതിഗതികൾ വളരെ സൂക്ഷ്മമായി തന്നെ ഇന്ത്യ നിരീക്ഷിച്ചു വരുന്നുണ്ട്. ഉടൻ തന്നെ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുകൂടി പ്രതീക്ഷിക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.